സഹോദരങ്ങളെ, വലിയൊരു പ്രഭാഷണോട് ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് ബാങ്ക് ആവിടും. അതിൽ പിന്നെ ഇൻഷാ അല്ലാ നിസ്കാര കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടിട്ട് ചെറിയ നിലക്കാണ് ഇവിടെ അവതരിപ്പിക്കുക വേണ്ടത്. 3 നാളത്തെ പരിപാടിയാണ് ഇവിടെ നടന്നത്. ഫസ്റ്റ് ഏകദിന പ്രഭാഷണ, രണ്ടാമത്തെ ഇന്നലെ ജലാലിയ വാർഷികയും ഇണ്ട് ഒരു നിക്കാഹ് കാര്യക്രമം നടന്നത്. ഇതെല്ലാം ബദ്യാർ ജമാഅത്തിൽ ആക്കിയതാണ്. ഈ 3 നാളുകൾ കഷ്ടപ്പെട്ട ആൾക്കാർ കുറേ ആൾക്കാരുള്ള, അതിൽ പ്രധാനപ്പെട്ട് ഞങ്ങൾ എല്ലാ നിലക്കും ലോകത്ത് നാനാഭാഗത്ത് ഞങ്ങളെ കാര്യക്രമ വീക്ഷിക്കുവാനായിട്ട് ഞങ്ങളെ GM മദനി ഉസ്താദ് ഫസൽ മീഡിയ നല്ല ക്ലാരിറ്റി ഉള്ള ലൈവാണ്. ഉസ്താദ് വേണ്ടതുപോലെ ഞങ്ങളൊട്ടിಗೆ 3 നാളും ಎಲ್ಲത്തെ കാട്ടി 1 ಗಂಟೆ മുന്നേ വന്നിട്ട് സെറ്റിംഗ് ആക്കിയിട്ട് ഒരു അണിമണി തൂക്ക പോലും കുറത്തയില്ല എന്ന് എല്ലാവർക്കും തൃപ്തിയാക്കി തന്നൊരു നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മീഡിയം കൂടിയാണ്. അയൽഡം പരിഗണിച്ചോണ്ട് അതേപോലെ തന്നെ ആശാ ശബ്ദം സൗണ്ട് നല്ല ഉള്ള ശബ്ദം കൂടിയാണ്. ബന്ധ ഉസ്താദ്മാർ ആലിമീങ്ങൾ തങ്ങന്മാർ നല്ല പുകയത്തിയ ഒരു ശബ്ദം കൂടിയാണ്. അതിനൊട്ടിಗೆ വിജയത്തുള്ള ഒരു മാർഗം കൂടിയാണ്. 3 നാളത്തെ പ്രോഗ്രാം നടക്കുമ്പോൾ നല്ല വിശാലമായ മനസ്സോടു കൂടി ഇന്ന് സ്റ്റേജിൽ ഇതൊക്കെയേണ്ട ആൾമാർ അവിടെ നല്ല ഡ്രസ് ഇട്ട് വന്നിട്ട് മസിയാക്കിയിട്ട് കഷ്ടപ്പെട്ടുള്ള ചില ആൾക്കാർ ഇന്ന് സ്റ്റേജിൽ ഇതേക്കുന്ന ആൾമാർ ആയിട്ടിന്നാറ് അയങ്ക അള്ളാഹുടെ തൃപ്തി ആഗ്രഹിച്ചിട്ട് മാത്രമേ, അള്ളാഹുടെ വജഹ് കരുതിയിട്ട് മാത്രമേ അങ്ങ് എല്ലാവരും ഈ ഞങ്ങളെ രായത്തെ ഡെവലപ്മെന്റിന് വേണായിട്ട് അങ്ങെന്താക്കിയാറ് കഷ്ടമെന്നാറ്. അങ്ങ് പേരും പ്രശസ്തി ആവശ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ രായ ചൊല്ലത് നേരത്തെ ഗണ്യാതിഥിമാർ പ്രസംഗിച്ചാറ്. ബെൽത്തങ്കടി താലൂക്കില് ബദ്യാറ് പോലത്തെ നല്ല സുന്ദരമായ മനസ്സുള്ളവർ രായ ഇല്ല. ಖಂಡಿತമായിട്ട് ഇവിടെ വർഷങ്ങൾക്ക് തിങ്ങൾക്ക് മുന്നല്ലോ സുദ്ദിപിടുകളെ പേപ്പറിൽ വന്ന് മാതൃക റേഞ്ച് മീറ്റിംഗ് ഉണ്ട്. സുദ്ദിപിടുകൾ വന്ന് അതിന് കീഴെല്ലാരും ഓതിട്ടിക്കുവാറ്. മാതൃകമായ ബെൽത്തങ്കടി താലൂക്കിലെ എല്ലാ നിലക്കും സുരസുന്ദരമായിട്ട് എല്ലാവർക്കും മാതൃകമായിട്ട് ഒരു റേഞ്ച് മീറ്റ് ആക്കിയിട്ട് ഒരു റേഞ്ച് മീറ്റിംഗ് നടന്നെങ്കിൽ അത് ബദ്യാർ ജമാഅത്തിട്ടാണ് ആ പേപ്പറിൽ വന്നെങ്കിൽ. മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടുത്തെ ഉസ്താദുമാർ, ചെറിയ ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, അതുപോലെ തന്നെ സദർ ഉസ്താദിനെ പരിശ്രമം കൊണ്ടിട്ടാണ് ഇണ്ട് വർഷങ്ങൾക്ക് മുന്നോ തുടങ്ങി വെച്ചിരിക്കുന്ന സാഹിത്യോത്സവത്തില് ഞങ്ങളെ മക്കള് യൂണിറ്റി മട്ടത്തില്, ജില്ലാ മട്ടത്തില്, സ്റ്റേറ്റ് മട്ടത്തിൽ പോയിട്ട് പ്രസംഗമാക്കിയിട്ട് വലിയ സ്ഥാനങ്ങൾ നേടിയത് അത് ബദ്യാർ മക്കൾ വെൽത്തങ്കടി താലൂക്കിലെ ഒരു ഗുർത്തീസ് വാട്ടറിംഗ് ഓരോ സംസ്ഥയായിട്ട് ഞങ്ങളെ ബദ്യാർ സംസ്ഥ. മാത്രമല്ല അൽഹംദുലില്ലാ ചൊല്ലുക സുമാരുകൾ ഉണ്ട്. കഴിഞ്ഞ തിങ്ങൾക്ക് മുന്നോ ഇതേ ബദ്യാർ മദ്രസയിൽ വെച്ചിട്ട് ഫതുഹുൽ മുഈൻ ആധികാരികമായ പണ്ഡിതന്മാർ ആധികാരികമായിട്ട് ഓതിരക്കത്തെ ഒരു കിതാബാണ് ഫതുഹുൽ മുഈൻ. അതിന് ദർസ് കൂടെ നടക്കുമ്പോൾ അതും മാതൃകമായിട്ട് ഗ്രൂപ്പുകളിൽ വാട്സാപ്പുകൾ ചർച്ചയായിട്ട് വീണ്ടും അതേ ഫംഗ്ഷൻ കൂടെ വെക്കുന്നുണ്ടോ. അത് ഞങ്ങളെ രായത്തുക അഭിമാനം, ഇവിടെ എല്ലാവർക്കും അഭിമാനം. അൽഹംദുലില്ലാ പേര് ചൊല്ലുകാരെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഡ്യൂട്ടികൾ വിട്ടിട്ടു, സ്വര വിട്ടിട്ടു, ഔത്ത കഷ്ടകൾ വിട്ടിട്ടു, ഔത്ത് മാച്ചിൽ പിടിക്കാത്ത ആൾമാർ, തുണിയൽകാത്ത ആൾമാർ, എടൽകാത്ത ആൾമാർ, ബാലക്കാർ, ചുറുചുറുക്കുള്ള ആൾമാർ, വയസ്സന്മാർ ഈ രായത്തിൽ അൽഹംദുലില്ലാ 3 നാള് ഇവിടെ കഷ്ടപ്പെട്ടിട്ട് ആക്കിയുള്ളാർ. ഔത്തുക പോയാത്ത ആൾക്കാരും ഞങ്ങളെ കൂട്ടത്തിലുള്ളാർ. ഉടമയെ വറങ്ങിട്ട്, ഉടമയെ തിന്നിട്ട്, ഉടമയെ കഷ്ടപ്പെട്ട ആൾമാർ ഈ ജമാഅത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരുള്ളാർ. അങ്ങനെല്ലാവരും പേരുടെ പ്രശസ്തി ഞങ്ങൾക്ക് ആവശ്യമില്ല. അള്ളാഹുടെ ദീനിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ബദ്യാർ ചൊല്ല രായം അത്ര ഐക്യമായത്. അതാണ് പഠിച്ചോണ്ട് ഒരാള് ഇവിടെ മഹാസഭ നടക്കുമ്പോൾ പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര് ആർക്കും തിരിഞ്ഞോണ്ടില്ല. ബാക്കിയെല്ലാം മൊത്തം ഗൗചായോണ്ടിക്കിട്. കാരണം എന്തിനാ ചെന്നെങ്കിൽ ഈ രായത്തുള്ള മക്കങ്ങ, ഈ രായത്തുള്ള വലിയ ആൾമാർ, ഈ രായത്തുള്ള വലിയ വലിയ വിദ്യാംസരായ ആൾക്കാർ, ഈ രായത്തുള്ള ഹിരിയങ്ങ കിരിയങ്ങ എല്ലാവരും ഐക്യത്തോട് പോയതാണ്. എല്ലാവർക്കും തെക്കോ വലിയ വലിയ യുദ്ധങ്ങൾ നടന്ന കാലങ്ങൾ കഴിഞ്ഞു പോയത് ഐക്യത്തിന്റെ കുറവ് കൊണ്ടാണ്, ഐക്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ബദ്യാർ ചൊല്ല രായത്തിൽ എല്ലാ ആൾക്കാർ പരസ്പരം ഐക്യാണ്. സ്ഥാനങ്ങൾ അങ്ങ് വേണ്ട, മാനങ്ങൾ അങ്ങ് വേണ്ട, പ്രശസ്തി അങ്ങ് വേണ്ട. ഇവിടെ നല്ല നിലക്ക് രായ നടക്കണോ, ചൗക്കട്ടിൽ വേണോട്ടാണ് ഇങ്ങെല്ലാം പ്രതീക്ഷിച്ചത്. അൽഹംദുലില്ലാ ഒരു ജോഡി മങ്ങിലോട് നടക്കുമ്പോൾ പല പദ്ധതിയായിട്ടാണ് ഇവിടെ നടന്നത്. എന്താണ് ഈ മങ്ങില, എന്താണ് ഈ മങ്ങില, എന്താണ് നിക്കാഹ് കാര്യങ്ങൾ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് സ്വർഗ്ഗം കൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ തുടങ്ങിയ നിക്കാഹ് സ്വർഗ്ഗം കൊണ്ട് അവസാനിക്കുന്നതാണ്. ഞങ്ങൾ
നിങ്ങളെല്ലാവരും ഗുന്തിക്കോ എന്താണ് ഈ നിക്കാഹ് കാര്യങ്ങൾ ആക്കേണ്ടത്? ഹറാമുകളിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കുടുംബം? കുടുംബം ചൊല്ലത് മലയാള ലാംഗ്വേജ് ആണെങ്കിൽ സംസ്കൃതി ലാംഗ്വേജിൽ നിന്ന് കുടു ചൊല്ല പദത്തിൽ നിന്നാണ് കുടുംബത്തെ കട്ടെടുത്തതാണ്. കാരണം മലയാളത്തിലുള്ള ലാംഗ്വേജ് എല്ലാം മാ ചൊന്നിട്ടാണ്, സമയം അങ്ങനെ പോയി വന്നു എല്ലാം എന്താണ് സീറോ കൊണ്ടിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ കുടു ചൊല്ല സംസ്കൃതി ലാംഗ്വേജിൽ നിന്നിട്ട് അങ്ങെന്താക്കിയ കുടുംബം ആക്കിയിട്ട് അങ്ങെന്താക്കിയ എടുത്താറ്. അപ്പോ ഇംഗ്ലീഷുകാരായ ബ്രിട്ടീഷുകാർ ഫാമിലി ചൊല്ല എടുത്താറ്. എ ഫാദർ, എ ആൻഡ് എം മദർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഐ ഇൻക്ലൂഡ്, ഐ ലവ് ചൊന്നിട്ടാണ് യങ് ചൊന്നിട്ടു. ഇതെല്ലാം ഇംഗ്ലീഷുകാരെ ഒട്ടാക്കിയപ്പോൾ അതൊരു ഫാമിലി ആയിട്ട്, അതെല്ലാം ഒരു കുടുംബമായിട്ട് എ ഫാദർ, എ ആൻഡ് എം മദർ ഇങ്ങനെയാണ് ഫാമിലിയുടെ ഡെഫിനേഷൻ ഇംഗ്ലീഷുകാരന് എഴുതി കൊടുത്തത്. ഇനിയോ അറബിക്കാരൻ എന്താക്കിയത്? റഹീം എന്താണ് ഗർഭപാത്രം. ഗർഭപാത്രം ചെന്നെങ്കിൽ നല്ല യുവാവ് ചുറുചുറുക്കുള്ള സമയത്തില് ബാപ്പയും ഉമ്മയും രണ്ടാൾ തമ്മിൽ പരസ്പരം ഒട്ടികായിട്ട് പിരിസ കാട്ടിട്ട് അവിടെ അവിടെ മക്കളാണ് ഗർഭപാത്രത്തിൽ പണ്ട് മക്കളാണ് ഒരു ഫാമിലി ആയിട്ട് മാറുന്നത്. ഇംഗ്ലീഷുകാരന്റെ പലക്കങ്ങനെയാണെങ്കിൽ അറബിയിലും അങ്ങ് അർത്ഥം വെച്ചാറ് പരസ്പര ഐക്യയാണ്, പരസ്പര സ്നേഹയാണ്, പരസ്പരമുള്ള പിരിസങ്ങൾ കൂടിയാണ് ഈ മംഗലാമൺ അങ്ങ് നിനിക്കായത്. മംഗലത്തെ പേരില് എത്ര മോത്ത് നിസ്കാരങ്ങളില്ല. പുതിയ പേര് നിക്കാഹ് വന്ന ആൾക്കാർ പെണ്ണും മാണും വെല്യങ്ങും ചെറിയങ്ങും ജമാഅത്ത് കാമ്പോ അണ്ടത്തെ നിസ്കാരങ്ങൾ വിട്ടത് കൊണ്ടിട്ട് അവിടെ ഒരു ബറക്കത്തും ഞങ്ങൾ കിട്ടതോ പോലില്ല. നിക്കാഹ് ആക്കി അവിടെ സദസ്സ് രാഹത്തില്ല, അവിടെ നെമ്മതി വണ്ടില്ല, നെമ്മതി കിട്ടില്ല. കാരണം എന്ത്? തുടക്കം നന്നാവത്തത് കൊണ്ട് ഒടുക്കങ്ങൾ നന്നായില്ല, ഒടുക്കങ്ങൾ നന്നാവത്തത് കൊണ്ട് ആഖിറനം രക്ഷയ്ക്കാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുള്ളത്, നിങ്ങൾ നോക്കൊരു ഒരു സ്കൂള് ഇംഗ്ലണ്ടിൽ ഒരു സ്കൂളില് ഇന്റർവ്യൂ നടക്കണ്. LKG സ്കൂളാണ്. സ്കൂളിലേക്ക് വേണായിട്ട് ആ ഒരു വാപ്പ ഒരു കിടോട് വിളിച്ചു പോയിട്ട് ഇന്റർവ്യൂ നടത്തര്. അവിടുത്തെ പ്രിൻസിപ്പാൾ ഇന്റർവ്യൂവിൽ കേട്ടതാണ് വാട്ട് ഈസ് ദി ഫാമിലി, എന്താണ് ഫാമിലി? അപ്പോ കിടവ് ചൊല്ലത് ബാപ്പയും ഉമ്മയും രണ്ടാളും പരസ്പരം ഇടകലർത്താമ്പോ അവിടെ ഉണ്ടാവുന്ന ഖലാട്ടകളാണ്, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഒരു ഇംഗ്ലണ്ടിൽ ഒരു കിടവ് ചെന്നപ്പോൾ ഈ പ്രിൻസിപ്പാൾക്ക് അത്ഭുതമായി പോയി. എന്തുകൊണ്ടാണ് ഈ കിടവ് ഇങ്ങനെ ചൊല്ലത്? കിടവിടെ പേഴ്സണായിട്ട് വിളിച്ചു കേൾക്കുമ്പോൾ ചെന്നത് അതാ നന്റെ ഔത്തുലു പ്രശ്നങ്ങളില്ലാത്തതില്ല സർ, നന്റെ രായത്തില് പെണ്ണും ആണും മാപ്പിളും പെഞ്ഞായും ഗലാട്ടാവത്തിന് ആളുകളില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അർത്ഥാക്കിയ മാപ്പിളും പെഞ്ഞായി ആവണുണ്ട് കണ്ടെങ്കിൽ അത് ഗലാട്ടാവണുണ്ടാണ്. അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത്. മഹാന്മാർ അങ്ങനെ കിതാബുകൾ രേഖപ്പെടുത്തിയാറ്. എന്താണ്? മാപ്പിളയും പെഞ്ഞായും തമ്മിൽ നല്ല സ്നേഹത്തിൽ വേണോ, സൗഹാർദ്ദത്തിൽ വേണോ, പിരിസത്തിൽ വേണോ. ഏതോ ഒരു കുടുംബത്തിൽ നിന്നിട്ട് വ്യത്യസ്തമായ ബുദ്ധിയുള്ള പെണ്ണ്, വ്യത്യസ്തമായ സ്വഭാവമുള്ള പെണ്ണ്, വ്യത്യസ്തമായ കോലത്തിലുള്ള പെണ്ണ്, വ്യത്യസ്തമായ ഉറങ്ങി കിടന്ന പെണ്ണ് പിന്നൊരു കുടുംബത്തേക്ക് വരുമ്പോ അവിടെ മാപ്പിളയുടെ കുടുംബത്തേക്ക് അറ്റാച്ച്മെന്റ് ആവുക കഷ്ടമുണ്ട്. അവിടെ അറ്റാച്ച്മെന്റ് ആയില്ലെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങണേ. അതുകൊണ്ടിട്ട് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ മഹാന്മാർ ചൊന്നാറ് ഹദീസിൽ കണ്ട് എന്താണ്? വ്യത്യസ്തമായ പല കോലമുണ്ടെങ്കിലും പെഞ്ഞായാണ് പിന്നീട് ശരിയാക്കുന്ന ജവാബ്ദാരി അത് മാപ്പിളകും കൂടിയാണ്. അങ്ങനെയാണ് മഹാന്മാർ അങ്ങ് കിതാബിൽ അർത്ഥിച്ചതായി കാണാം. മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ചിന്തിക്കണോ, പെണ്ണും ആണും പരസ്പരം ഐക്യലിക്കുമ്പോൾ നന്റെ പെഞ്ഞായി നന്റെ ഔത്തുള്ള അലവലോ നന്റെ ഉമ്മ പെണ്ണു ചൊല്ല സാമന് അത് ബംഗാറെ കാട്ടി പവറായിട്ട് വെക്കണായത്. ഒരു ബംഗാറ് ഒരു ഫോൺ ബംഗാറാണെങ്കിൽ ഞങ്ങൾ ഗോഡ്രേജിൽ എത്ര താക്കോലിട്ടിട്ട് സൂക്ഷ്മതയോടെ വെക്കറാമാ. അതിനെ കാട്ടി മഹത്വമുള്ളത് പെണ്ണു ചൊല്ലതാണ്. അള്ളാഹുവിന്റെ റസൂൽ പെണ്ണുക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുത്തു, വലിയ പദവി കൊടുത്തു, വലിയ സ്വാതന്ത്ര്യം കൊടുത്തു. അതുകൊണ്ടല്ലേ വർഷങ്ങൾക്ക് മുമ്പ് കാവ്യ ചൊല്ല പെണ്ണ് TV9 മുണ്ടിയപ്പോൾ കാവ്യട്ട TV9 അങ്ങ് കേട്ടാറ് എന്തുകൊണ്ടാണ് നീ ഇസ്ലാം സ്വീകരിച്ചത്? അപ്പോൾ അവൾ ചൊല്ലാണ് മിസ്റ്റർ സർ, കാവ്യ ചൊല്ല ഒരു ഹിന്ദുവായ പെണ്ണ് ചൊല്ലത് മിസ്റ്റർ സർ, ഞാൻ കടന്നു വന്നത് ഇസ്ലാമിലേക്ക് വന്നത്, ഇസ്ലാം സ്വീകരിച്ചത്, ഇസ്ലാമിനൊക്കെ ഇഷ്ടപ്പെട്ടത് സ്വാതന്ത്ര്യം വേണോണ്ട് കണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമേയാണ്. അപ്പൊ പെണ്ണുകൊരു സ്ഥാനമുണ്ട്, പെണ്ണുകൊരു നല്ല ശാന്തിയുണ്ട്, പെണ്ണുകൊരു സൗന്ദര്യമുണ്ട്, അത് ഇസ്ലാമിൽ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല മംഗലാവുകളുള്ള തിങ്കള്, മംഗലാവുകളുള്ള നാല്, മംഗലാവുകളുള്ള നിമിഷങ്ങള്, മംഗലാവുകളുള്ള ജാഗങ്ങള് അതെല്ലാം ഹദീസിൽ സ്വന്തം. എന്താണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മംഗലായത് ശവ്വാൽ തിങ്കളിലാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മംഗലാക്കി കൊടുത്തത് നബി തങ്ങള് ശവ്വാൽ തിങ്കളാണ്. അപ്പൊ
അപ്പൊ നാളുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നാളുകൾ അത് ജുമാ ദിവസങ്ങളാണ്. അത് എപ്പോഴാണ്? സുബൈ നാളുകളാണ്. അത് എവിടെയാണ്? പള്ളിയിലാണ് വേണ്ടത് എന്ന് കിതാബുകൾ മഹാന്മാർ എഴുതി തന്നാറ്, ചൊന്നു തന്നാറ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തിങ്കളും നല്ല തിങ്കളാണ്. രജബ് തിങ്കൾ എത്രയോ മഹാന്മാർ വഫാത്തായിട്ടാറ്. അജ്മീർ ഷെയ്ഖ് പോലത്തെ മഹാന്മാർ, ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ മഹാന്മാർ, ഇബ്നു ഹജർ തങ്ങളെ പോലത്ത, മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങളെ പോലത്ത മഹാന്മാരെല്ലാവരും വഫാത്തായി പോയിടാറ്. അങ്ങനെല്ലാവരും കാവലോ ഈ രായത്ത് കമ്മിറ്റിക്കും ഈ രായത്ത് എല്ലാവർക്കും സഹായിച്ചെങ്കിലും സഹകരിച്ചെങ്കിലും 3-4 കഷ്ടബന്ധങ്ങളും ഉറങ്ങാത്തങ്ങളും ഞങ്ങൾ വേണമായിട്ട് ഇഖ്ലാസോട് പ്രവർത്തിച്ചെങ്കിലും അല്ലാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ ചൊല്ലുക ഉദ്ദേശിക്കില്ല എന്താണ് സൗജ്. സൗജ് എന്നെങ്കിൽ മഹാന്മാരെ വാസല് എന്താണ്? മാപ്പിളം പെഞ്ഞാവിട്ടാണ്. എന്താണ്? ചെരുപ്പ് പോലെ പേരുണ്ടാണ്. ചെരുപ്പിടെ പോലെ ഒരു പെഞ്ഞായി മാപ്പിള പേരുണ്ടാണ്. ഞങ്ങൾ ഒരു അങ്ങാടിക്ക് പോയെങ്കിൽ, ഞങ്ങൾ ഒരു പാർക്കിക്ക് പോകണമെങ്കിൽ, ഞങ്ങൾ ഒരു സിറ്റി ബസാർ പോകണമെങ്കിൽ, ഞങ്ങൾ ഒരു സിറ്റി ലാൻഡിക്ക് പോകണമെങ്കിൽ ചെരുപ്പെടുത്തൊക്കെ പോകുമ്പോ അവിടെ ഒരു ചെരുപ്പ് തരവുണ്ട് ഞങ്ങൾ ചൊല്ലില്ല. ചെരുപ്പ് തരവുണ്ട് മാത്രമേ ചൊല്ലുള്ളൂ. കാരണം ചെരുപ്പ് ചെന്നെങ്കിൽ അത് 2 കാലം വേണോ. ഒരു ചെരുപ്പ് തരവുണ്ട് ഞങ്ങൾ ചൊല്ലില്ല. ഇൻ കേസ് ചെന്നെങ്കിൽ പോലും അങ്ങനെ തന്റെ ഞങ്ങൾ 2 കാലുള്ള ചെരുപ്പുകളാണ്. അതേപോലെ മാപ്പിളം പെഞ്ഞായി ചെന്നെങ്കിൽ അത് എന്താണ്? ചെരുപ്പുടെ പാല ചെരുപ്പ് കേട്ടപ്പെടുത്തി 2 ഒട്ടിക്ക് തണ്ടാറ്. അതേപോലെ പെണ്ണും ബാണും അത്തരക്കും മുട്ടത്തിൽ വേണു. ഖുർആൻ ചൊന്ത് ഒരു ഡ്രസ്സിനെ പോലെയാണ് പെഞ്ഞായി മാഹുല. ഒരു ഡ്രസ് എങ്ങനെയാണ്? ഈ വെളുത്ത ഡ്രസ് ഇട്ടാണ് 2 തടിക്കുള്ളത്, 2 തോളുകളെ. ഈ ഡ്രസ് എത്ര മുട്ടത്തിലുണ്ട അത്രക്കാട്ടി ജാസ്തി മുട്ടത്തില് ഒരു പെണ്ണും ആണും പെഞ്ഞായി മാപ്പിളയും അത്ര യോജിപ്പിലും സൗഹാർദ്ദത്തിലും വേണ്ടിട്ടാണ്. ഒരു കാലങ്ങളുണ്ടായിരുന്നു 1400 വർഷങ്ങൾക്ക് മുന്നോ ഒരു പെണ്ണിന് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു പെണ്ണിന് സ്ഥാനം കൊടുത്തില്ല. അപ്പോഴാണ് കടന്നത് വന്നത് തുല്യതയില്ലാത്ത നേതാവ്, സംശയമില്ലാത്ത നേതാവ്, അംഗീകാരമുള്ള നേതാവ്, ഏറ്റവും വലിയ താജ്ദാരെ മദീന, ദിൽദാരെ മദീന, ജനാബെ കായിനാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ പെണ്ണിന് സ്ഥാനം കൊടുത്തു, സ്ഥാനം ബർപ്പാട്ടിത്തെ നിക്കാട് വിഷയങ്ങൾ ചൊന്നു കൊടുത്തു. അതാണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെഞ്ഞായി ചൊല്ലത് അത്രക്കും വലിയ മഹത്വങ്ങളുണ്ട്. ഇനിയോ കാലി മാപ്പിള ശരിയായെങ്കിൽ മെയ്യാവില്ല, കാലി പെഞ്ഞായി ശരിയായെങ്കിൽ മെയ്യാവില്ല. ഒരു ചായ ആവോണുണ്ട് കണ്ടെങ്കിൽ അവിടെ എന്ത് വേണോ? ഗ്യാസ് വേണോ, തീ വേണോ, അവിടെ തണ്ണി വേണോ, അവിടെ പന്തര വേണോ, അവിടെ ചായത്തപ്പൊടി വേണോ. അതേപോലെ തന്നെയാണ് ഒരു പെഞ്ഞായി മാപ്പിള സൗഹാർദ്ദത്തിൽ വേണമെങ്കിൽ മാപ്പിള ശരി വേണോ. മാത്രമല്ല പെഞ്ഞായും ശരി വേണോ. ഒരു കുടുംബം നല്ല ഐക്യത്തിൽ വേണോ. അതുകൊണ്ടല്ലേ നേരത്തെ ഞാൻ ചൊന്നത് സംസ്കൃതി ലാംഗ്വേജിൽ നേരത്തതാണ് കുടു. ഈ കുടുൽ നിന്ന് മലയാളക്കാർ കുടുംബമാക്കി അപ്പോഴാണ് ഇംഗ്ലീഷുകാരർ ഫാമിലിന്റെ അർത്ഥം വെച്ചാറ്. ഫാമിലിയുടെ ഡെഫിനിഷൻ നോക്കിയപ്പോൾ ഫാമിലിയിൽ എന്താണ് സ്പെല്ലിംഗുകൾ കണ്ടത്? FAMLI ആണ്. എന്താണത്? F ചെന്നെങ്കിൽ ഫാദർ, M ചെന്നെങ്കിൽ മദർ, I ചെന്നെങ്കിൽ ഇൻക്ലൂഡ്, L ചെന്നെങ്കിൽ ലവ്, Y ചെന്നെങ്കിൽ യങ്. ഈ യങ്ങില് പിരിസപ്പാട് കാട്ടിട്ട് പാപ്പയും ഉമ്മയും തമ്മിൽ പരസ്പരം യോജിപ്പിച്ചിട്ടപ്പോൾ അവിടെ ഉണ്ടാകുന്ന മക്കളാണ് കുടുംബമായിട്ട് മാറുടെ. ഇങ്ങനെയാണ് കണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മംഗലത്തെ ഈ സദസ്സ്, നിക്കാഹുടെ ഈ സദസ്സ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല ചര്യയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മഹത്വങ്ങൾ കൊടുത്തതാണ്. ഗൗസുൽ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പോലത്തെ മഹാന്മാർ അർത്ഥവെച്ചത് ഇബ്നു ഹജർ തങ്ങൾ ചൊന്തോ സദസ്സുകള്, നിക്കാഹ് സദസ്സുകള് ആലിമീങ്ങളെ കൊണ്ട് ധന്യമാക്കണം, തങ്ങന്മാർ നിക്കാഹാക്കണം. ഇന്ന് ഞങ്ങളെ സദസ്സുകൾ വന്നത് സംയുക്ത കാലിയാറായ സാദത്തങ്ങളാണ്. അവിടെ യോജിച്ചിട്ട് ആലിമികളുമുണ്ട്, യോജിച്ചിട്ട് തങ്ങന്മാരും ഇന്നാറ്, ഉസ്താദുമാർ ഇന്നാറ്, ആലിമീങ്ങളുള്ള സദസ്സാണ്. അപ്പൊ എന്തുകൊണ്ടും ബർക്കത്തുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങളെ ബദ്യാർ റായത്തിൽ നടക്കുമ്പോൾ പരസ്പരം യോജിപ്പിലാണ് പോയിട്ടുള്ളത്. ഇന്നുവരെയും ഒരു അണിമണി തൂക്കപ്പോൾ ആർക്കും പ്രശ്നങ്ങളില്ല. ഫസ്റ്റ് ദിവസമായപ്പോൾ ഇവിടെ നല്ല നിലക്ക് സഹകരിച്ചു. ഇന്നലെ ഇതേ ജമാഅത്തിൽ വെച്ചിട്ട് നല്ല നിലക്ക് വാർഷിക ജലാലിയ നടക്കുമ്പോൾ ഈ റായത്തെ ജലാലുകൾക്ക് സീരണി കിട്ടാണ്ടിരിക്കുമ്പോൾ അങ്ങനെ മനസ്സിൽ ഒരു പ്രശ്നങ്ങളില്ല, അങ്ങനെ മനസ്സിൽ ഒരു അണിമണി തൂക്കമുള്ള പ്രശ്നങ്ങൾ വന്നില്ല. എന്തേ വന്നില്ല? നണ്ടരായ ചൊല്ലുമ്പോ ഔത്തക്കാണ്ടി ജാസി പിരിച്ച വെക്കണായത് രണ്ട് ജമാഅത്താണ്. ഔത്തക്കാണ്ടി ജാസി ബല വെക്കണായത് രണ്ട് ജമാഅത്താണ്. കാരണം എന്തേ? ഈ ജമാഅത്ത് ചൊല്ലുന്നത് സുപ്രീം കോർട്ടിനെക്കാണ്ടി പവർ ഉണ്ട്. ഇവിടെ പ്രസിഡന്റിന് മാത്രം അധികാരം ഉള്ളതല്ല, സെക്രട്ടറി ഭരണങ്ങളല്ല, മാത്രമല്ല പദാധികാരികളുള്ളതല്ല. ഇവിടെ എല്ലാവരും യോജിച്ചിട്ട് പോലെ ചെന്നിട്ടു അങ്ങനെ കയ്യിലുള്ള കെട്ടുകൾ വേറെ റായത്ത് വന്നങ്ങ് കൊടുത്താറ്. രണ്ട് റായത്തിൽ ചെന്നാറ്. നിങ്ങളെ റായത്തിൽ എത്ര വലിയ പരിപാടിയാക്കിയെങ്കിലും വളരെയേറെ ഇഷ്ടപ്പെട്ടത് ഉസ്താദ്,
ഞങ്ങൾ പോയപ്പോൾ എല്ലാവരും അവിടെ ഉള്ള ആൾക്കാർ കൈകൾ തന്നാറ്, ഞങ്ങളെ വെൽക്കം ആക്കിയാറ്, ദൈക്കൊക്കെ സ്ഥലങ്ങൾ തന്നാറ്. വിദ്വാംസരായ പണ്ഡിതന്മാർ പറയുമ്പോൾ ബാക്ക് ഡിപ്പാർട്ട്മെന്റ് എതിർ കരുത്തിയാറ്. അങ്ങ് ചൊന്ന നിജസ്ഥിതികൾ അൽഹംദുലില്ലാ വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതാണ് ഒരു മനുഷ്യന്മാർക്ക് പേണായത്. അങ്ക് കൊടുക്കുന്ന ഗൗരവങ്ങൾ, അങ്ക് കൊടുക്കുന്ന ബഹുമാനങ്ങൾ അതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ടാണ്. ഇന്ത്യയുടെ മങ്ങില നടക്കുമ്പോൾ എത്ര ഖർച്ചുകളാണ് വന്നത്. ചെറിയ ഖർച്ചുകളല്ല, ലക്ഷോപലക്ഷങ്ങൾ ചെലവാവുടേക്കത്തെ ഈ സദസ്സിന് വേണായിട്ട് 10 രൂപ കൊടുത്ത ഉമ്മമാർ, ബീഡി കെട്ടുന്ന ഉമ്മമാർ 5 രൂപ കൊടുത്തങ്ങ, 100 രൂപ കൊടുത്തങ്ങ, 1000 രൂപ കൊടുത്തങ്ങ, അങ്ങനെ പല പൈസകൾ കൊടുത്തങ്ങല്ല ഉള്ളാറ്. ഈ ജമാഅത്തിൽ കഷ്ടപ്പെടുന്ന ഉള്ളാറ്. ഇണ്ടുവരെ ഔത്തെ ഒരു മോളുടെ വിഷയത്തിന് പോവാത്തങ്ങ, ഇണ്ടുവരെ മാച്ചിൽ പിടിച്ച് അടിക്കാത്തങ്ങ, ഔത്തിൽ ഒരേ വിഷയം ചെലവാക്കത്തങ്ങ. അൽഹംദുലില്ലാ സുബൈ നിസ്കാരത്തിന് ഞാൻ എഞ്ചു നോക്കുമ്പോൾ ജാവുകുള്ള അതേ ആൾമാർ ഈ സദസ്സിൽ കണ്ടോണ്ടുള്ളാറ്, അങ്ങ് സ്വറാക്കിയോണ്ടുള്ളാറ്, ഇടകൽകിയുള്ളാറ്, തണ്ണി നടിച്ചോണ്ടുള്ളാറ്, നെറ്റ് കെട്ടിയുള്ളാറ്, വേദിരടിയാക്കിയുള്ളാറ്. അള്ളാന്റെ വജീ കരുതിട്ട് മാത്രമേ ആയിരുന്നു അങ്ങനെ നോട്ടം. അള്ളാഹു അങ്ങനെ ഉയർത്തുമാറാകട്ടെ, അള്ളാഹു അങ്ങനെ ഉയർത്തുമാറാകട്ടെ. അള്ളാഹുടെ വജീ കരുതിയിട്ടാണ് പണ്ട് ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പോൾ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നു, എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ പ്ലാൻ ഇട്ടാറ്, ബാമ്പിട്ട് കൊണ്ടപ്പോൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് ഐക്യകൾ ഉണ്ടായിരുന്നില്ല. പോലീസ് പ്രൊട്ടക്ഷൻ ഇന്നിട്ട് പോലും അവിടെ ഐക്യകൾ തകർന്നപ്പോൾ പ്രശ്നങ്ങൾ ബദ്ർ യുദ്ധത്തിലും പ്രശ്നങ്ങളായത് ഐക്യകൾ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അങ്ങനെ കുറെ യുദ്ധങ്ങൾ നടന്നപ്പോൾ ഐക്യകൾ ഇല്ല. മാനേജ്മെന്റിലുള്ള ചൊന്നോട്ടുണ്ടോ ഐക്യകൾ എപ്പോഴാണ് പൊട്ടുന്നോ ആറായം പോയിട്ട്. അൽഹംദുലില്ലാ ഞാൻ വന്നിടത്ത് 3 വർഷത്തോളം ആയെങ്കിലും ഈ രായത്തിൽ യോജിപ്പുകളുണ്ട്, ഈ രായത്തിൽ ശാന്തിയുണ്ട്, ഈ രായത്തിൽ നെമ്മതിയുണ്ട്. മക്കകളെല്ലാം സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിച്ചാറ്. എക്സാമിൽ 500ഓളം മാർക്കുകൾ വന്ന് മക്കകൾ എല്ലാം ബ്രില്യന്റ് ആയാറ്. അക്കൂട്ടത്തിൽ കൊല ആൾക്കാരെല്ലാം ഉള്ളാറ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളുടെ രായം അള്ളാഹു ഇനിയും ഉയർത്തുമാറാകട്ടെ. അള്ളാഹു സഹായിച്ചങ്ങൾക്ക് ഇനിയും അള്ളാഹു സഹായിക്കും മനസ്സ് കൊടുക്കട്ടെ. അള്ളാഹു അങ്ങനെ ഉയർത്തുമാറാകട്ടെ.